ഡിയേഴ്സ്, എക്സാം സ്ക്വയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. എന്തു പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? PSC മുൻകാലങ്ങളിൽ ചോദിച്ച വൊക്കാബുലറി സെക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? സോ PSC മുൻകാലങ്ങളിൽ ചോദിച്ച ഫ്രേസൽ വെർബ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. 2024 മുതൽ 2014 വരെയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. പരമാവധി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഓക്കെ, സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. PSC മുൻകാലങ്ങളിൽ ചോദിച്ച ഫ്രേസൽ വെർബ്സ് പാർട്ട് 2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ ടീച്ചർ സ്കോൾഡഡ് ദ സ്റ്റുഡന്റ് ഫോർ ബീയിങ് അറഗന്റ്. ടീച്ചർ എന്ത് ചെയ്തു? കുട്ടീനെ സ്കോൾഡ് ചെയ്തു. സ്കോൾഡ് മീൻസ് വഴക്ക് പറഞ്ഞു. എന്തിനാ വഴക്ക് പറഞ്ഞേ? കുട്ടി ഇച്ചിരി അറഗന്റ് ആയിട്ട് പെരുമാറിയത് കൊണ്ട് ടീച്ചർ വഴക്ക് പറഞ്ഞു. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫ്രേസൽ വേർബാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ സ്കോൾഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്കോൾഡഡ് മീൻസ് വഴക്ക് പറയുക. അപ്പൊ നമുക്ക് നോക്കാം, ഓരോ വേർഡ്സ് ആയിട്ട് നമുക്ക് നോക്കാം, ഓരോ ഫ്രേസൽ വേർബ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് നോക്കിക്കേ, ടോൾഡ് ഓഫ്. ടോൾഡ് ഓഫ് മീൻസ് എന്താണ്? ടു സ്പീക്ക് ടു ദം. Told of means to speak to them angrily. ഇത് വളരെ ദേഷ്യത്തിൽ സംസാരിക്കത്തില്ലേ, അതിനെയാണ് ടോൾഡ് ഓഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കോൾഡ് ചെയ്യുക മീൻസ് എന്താണ്? ടോൾഡ് ഓഫ് ആണ്. സ്കോൾഡ് മീൻസ് വഴക്ക് പറയുക അല്ലെങ്കിൽ ദേഷ്യത്തിൽ പെരുമാറുക എന്നുള്ളതാണ്. നമുക്ക് ആൻസർ ഏതാണ്? ടോൾഡ് ഓഫ് ആണ് കേട്ടോ. ഇനി ബാക്കിയുള്ള ഫ്രേസൽ വെർബ്സിന്റെ മീനിങ് കൂടെ പഠിച്ചു വെച്ച കുട്ടികളെ, നിങ്ങളിത് കണ്ടു പോകരുത്. ഒരു ബുക്കും പേനയും എടുത്ത് വെച്ചിട്ട് വേണം വീഡിയോ കാണാനായിട്ട്. കാരണം വെറുതെ കണ്ടുപോയിട്ട് യൂസ് ഇല്ല. ഓരോ പോയിന്റ്സും എഴുതി തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ടോൾഡ് ഡൗൺ. ടോൾഡ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ടു ടോക്ക് അബൌട്ട് സംതിങ് ഇൻ എ വേ ദാറ്റ് മേക്സ് ഇറ്റ് സീം ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ റിയലി ഈസ്. ടോൾഡ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷേ അത് അത്ര സീരിയസ് ആയിട്ടായിരിക്കത്തില്ല അത് അവതരിപ്പിക്കുന്നത്. അതിനാണ് ടോൾഡ് ഡൗൺ എന്ന് പറയുന്നത് കേട്ടോ. ടു ടോക്ക് അബൌട്ട് സംതിങ് ഇൻ എ വേ ദാറ്റ് മേക്സ് ഇറ്റ് സീം ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ റിയലി ഈസ്. അതാണ് ടോൾഡ് ഡൗൺ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, പക്ഷെ അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുക. അതാണ് ടോൾഡ് ഡൗൺ എന്ന് പറയുന്നത് കേട്ടോ. മീനിങ് എഴുതി തരാവേ. ടു ടോക്ക്, നിങ്ങൾ ഇംഗ്ലീഷ് മീനിങ് തന്നെ പഠിച്ചു വെക്കുക. ടു ടോക്ക് about something. എങ്ങനെയാ ടോക്ക് ചെയ്യുന്നത്? in a way that. To talk about something in a way that makes it seem എങ്ങനെയാ? less important than really is. ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, പക്ഷെ അവതരിപ്പിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയത്തില്ല. അതിനെയാണ് ടോൾഡ് ഡൗൺ എന്ന് പറയുന്നത്. പുട്ട് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതൊരു കോമൺ ആയിട്ട് വരുന്ന ഒരു ഫ്രേസൽ വേർബാണ്. പുട്ട് ഓഫ് മീൻസ് പോസ്റ്റ് പോൺ എന്നാണ് കേട്ടോ. പോസ്റ്റ്പോൺ മീൻസ് എന്താണ്? മാറ്റി വെക്കുക, അതാണ് പോസ്റ്റ്പോൺ. പുട്ട് ഓൺ കോമൺ ആയിട്ടുള്ള ഫ്രേസൽ വേർബാണ്. മീൻസ് വിയർ ഡ്രസ്. പുട്ട് ഓൺ എ ഡ്രസ് മീൻസ് ഡ്രസ്സ് ധരിക്കുക, അതാണ്. വിയർ എന്നുകൊണ്ട് ഗെയിൻ വെയിറ്റ് എന്നുകൊണ്ട് കേട്ടോ. വെയിറ്റ് വെക്കുന്നതിനെ നമ്മൾ പുട്ട് ഓൺ എന്നാണ് പറയുന്നത്, പുട്ട് ഓൺ എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എന്താ? We need two more players to dash the team. നമുക്ക് 2 players കൂടെ വേണം. എന്തിനാ? ഒരു ടീം ഉണ്ടാക്കാനായിട്ട് കേട്ടോ. ഓക്കെ, ടീം ഫോം ചെയ്യാനായിട്ട്. അപ്പോൾ എന്താണെന്ന് വരുന്നത് നോക്കാം. ഏത് ഫ്രേസൽ വേർബാ വരുന്നത് നോക്കാം. മേക്ക് ഔട്ട് മീൻസ് വാട്ട്? മേക്ക് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ്. അതാണ് മേക്ക് ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മേക്ക് ഔട്ട് മീൻസ് വാട്ട്? അണ്ടർസ്റ്റാൻഡ്. മേക്ക് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് മീൻസ് ടു ഫോം എന്നുകൊണ്ട്. പിന്നെ കോസ്മെറ്റിക് പ്രോഡക്ട്സ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യത്തില്ലേ, അതിനും മേക്കപ്പ് എന്ന് പറയാറുണ്ട്. ഫർഗീവ് ഈച്ച് അതർ, പരസ്പരം ക്ഷമിക്കുക, അതിനും മേക്കപ്പ് എന്ന് പറയാറുണ്ട് കേട്ടോ. ഫർഗീവ് ഈച്ച് അതർ, അതിനും മേക്കപ്പ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇനി മേക്ക് ഫോർ എന്താണ്?
ടു മൂവ് ടുവേർഡ്സ് സംതിങ്. മേക്ക് ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു മൂവ് ടുവേർഡ്സ് സംതിങ്. ഓക്കെ, ടുവേർഡ്സ് സംതിങ്, ഇതാണ് മേക്ക് ഫോർ എന്ന് പറയുന്നത്. മേക്ക് ഫോർ മീൻസ് ടു മൂവ് ടുവേർഡ്സ് സംതിങ്, എന്തിൻ്റെയെങ്കിലും അടുത്തേക്ക് നമ്മൾ നീങ്ങത്തില്ലേ, അതിനെയാണ് മേക്ക് ഫോർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മേക്ക് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മേക്ക് ഓഫ് എന്ന് വെച്ചാലും അണ്ടർസ്റ്റാൻഡ് എന്നാണ് മീനിങ് കേട്ടോ. ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ക്ലിയർ. ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. വി നീഡ് 2 more players to make up the team, to form the team. Okay, next question. Next question എന്താ? The wedding has been dash until June. The wedding has been dash. വെഡിങ് എന്ത് ചെയ്തു? മാറ്റി വെച്ചു എന്നുള്ളതാണ്. ജൂൺ വരെ മാറ്റി വെച്ചു എന്നുള്ളതാണ്. അപ്പം മാറ്റി വെക്കുക മീൻസ് വാട്ട്? മാറ്റി വെക്കുക എന്ന് വെച്ചാൽ put off. Put off means postpone, മാറ്റി വെക്കുക. ഓക്കെ, postpone എന്നാണ്, അതാണ് കറക്റ്റ് ആൻസർ. പുട്ട് ഓൺ നമുക്കറിയാം, കോമൺ ആയിട്ടുള്ള ഒരു ഫ്രേസൽ വേർബാണ്. ഇത് ഈ ഒരു സെക്ഷൻ പഠിച്ച് വരുമ്പോഴത്തേക്കും തന്നെ നിങ്ങളത് ബൈ ഹാർട്ട് ആയിക്കോളും കേട്ടോ. പുട്ടപ്പ് എന്താണ്? പുട്ടപ്പ് മീൻസ് കൺസ്ട്രക്ട് ചെയ്യുക, നിർമ്മിക്കുക, അതാണ് പുട്ടപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുട്ട് ഔട്ട് എന്താണ്? ആ തീ അണയ്ക്കത്തില്ലേ, അതിനെയാണ് നമ്മൾ പുട്ട് ഔട്ട് എന്ന് പറയുന്നത്. പുട്ട് ഔട്ട് ഫയർ മീൻസ് തീ അണയ്ക്കുക, എക്സ്റ്റിംഗ്വിഷ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹി ഡാഷ് ഹിസ് പ്രോപ്പർട്ടി ടു ദ ട്രസ്റ്റ്. അദ്ദേഹം പ്രോപ്പർട്ടി ട്രസ്റ്റിന് എന്തോ ചെയ്തു, ട്രസ്റ്റിന് കൈമാറി. ഓക്കെ, ട്രസ്റ്റിന് എന്ത് ചെയ്തു? ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ ആ ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫ്രേസൽ വേർബ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫ്രേസൽ വേർബ് എന്താണ്? ഗേവ് എവേ. ഗേവ് എവേ മീൻസ് ഡൊണേറ്റ് ചെയ്യുക. ഗേവ് എവേ മീൻസ് ഡൊണേറ്റ് ചെയ്യുക. ഓക്കെ, ഗേവ് ഇൻ മീൻസ് സബ്മിറ്റ് ചെയ്യുക, സമർപ്പിക്കുക. അടുത്തത് ഗേവ് അപ്പ് മീൻസ് ടു സീസ് ഡൂയിങ്. ഗേവ് അപ്പ് മീൻസ് ടു സീസ് ഡൂയിങ് സംതിങ്. എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക, അതാണ് ഗേവ് അപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ V1 ഫോം എന്ന് പറയുന്നത് ഗിവ് അപ്പ് ആണ് കേട്ടോ. ഗിവ് അപ്പ്, നെവർ ഗിവ് അപ്പ് എന്ന് പറയാറില്ലേ. ഒരിക്കലും നമ്മളിപ്പോ നമുക്കൊരു ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അതായത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുമ്പോട്ട് പോവുക, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മളെ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. സെയിം അതുപോലെ തന്നെയാണ് ഗിവ് അപ്പ് മീൻസ് വാട്ട്? ടു സീസ് ഡൂയിങ് സംതിങ്. നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സ്റ്റോപ്പ് ചെയ്യുക, അതാണ് സീസ് മീൻസ്. എന്താണ് സീസ് എന്ന് വെച്ചാൽ? സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഡൂയിങ് സംതിങ്, അതാണ് ഗേവ് അപ്പ് എന്ന് പറയുന്നത്. ഗേവ് ഓഫ് മീൻസ് ടു പ്രൊഡ്യൂസ് സംതിങ്. ഉൽപ്പാദിപ്പിക്കുക. ടു പ്രൊഡ്യൂസ് സംതിങ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഇതാണ്, ഗേവ് എവേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദേ ഡാഷ് ടു ന്യൂ ഓർലിയൻസ് ലാസ്റ്റ് സമ്മർ. ദേ ഡാഷ് ടു ന്യൂ ഓർലിയൻസ് ലാസ്റ്റ് സമ്മർ എന്ന് വെച്ചാൽ എന്താണ്? ദേ മൂവ് ടു, അതാണ് മീനിങ് വരുന്നത് കേട്ടോ. അവര് ന്യൂ ഓർലിയൻസിലോട്ട് ലാസ്റ്റ് സമ്മറിൽ അവർ ന്യൂ ഓർലിയൻസിലോട്ട് എന്ത് ചെയ്തു? മൂവ് ചെയ്തു എന്നതാണ് മീനിങ്. ഓക്കെ, സോ കെയിം ഓവർ എന്ന് വെച്ചാൽ എന്താണ്? കെയിം ഓവർ മീൻസ് ടു കം ടു എ പ്ലേസ് അല്ലെങ്കിൽ മൂവ് ഫ്രം. രണ്ട് മീനിങ് ഉണ്ട്. ടു കം ടു എ പ്ലേസ്, ഒരു പ്ലേസിലേക്ക് വരിക. അല്ലെങ്കിൽ എന്താണ്? മൂവ് ചെയ്യുക. മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. രണ്ട് മീനിങ് ഉണ്ട് കേട്ടോ. വൺ പ്ലേസ് ടു അനദർ. ഇവിടുത്തെ മീനിങ് ഏതാണ്? ടു കം അല്ലേ. സോ ദേ കെയിം ഓവർ ടു ന്യൂ ഓർലിയൻസ് ലാസ്റ്റ് സമ്മർ. അവരെ ഇങ്ങോട്ടേക്ക് വന്നു, ലാസ്റ്റ് സമ്മറിൽ ന്യൂ ഓർലിയൻസിലോട്ട് വന്നു. സോ ന്യൂ ഓർലിയൻസിലേക്ക് അവരുടെ താമസം അങ്ങോട്ടേക്ക് മാറ്റി എന്നുള്ള മീനിങ് ആണ്. സോ കെയിം ഓവർ ആണ് ഇവിടുത്തെ ആൻസർ കേട്ടോ. അപ്പൊ കെയിം ഔട്ട് എന്താ? കെയിം ഔട്ട് മീൻസ് ബി മെയ്ഡ് പബ്ലിക് ആക്കുക, അതാണ് കെയിം ഔട്ട് എന്ന് പറയുന്നത്. കമ്മിങ് അപ്പ് മീൻസ്
ഇനി നടക്കാനിരിക്കുന്ന കാര്യം. ടു ബി ഹാപ്പൻ സൂൺ. ടു ബി ഹാപ്പൻ സൂൺ. ഇനി അധികം താമസിയാതെ നടക്കാനിരിക്കുന്ന കാര്യമാണ് കമ്മിങ് അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കെയിം അക്രോസ് എന്താണ്? കം അക്രോസിന്റെ പാസ്റ്റ് ഫോം ആണ് കെയിം അക്രോസ് എന്ന് പറയുന്നത്. കെയിം അക്രോസ് മീൻസ് ടു മീറ്റ് എ ഫ്രണ്ട്, മീറ്റ് സംവൺ. ടു മീറ്റ് സംവൺ ബൈ ചാൻസ്. ബൈ ചാൻസ്, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ കെയിം അക്രോസ് മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ അപ്രതീക്ഷിതമായിട്ട് കണ്ടു എന്നുള്ളതാണ്. കെയിം അക്രോസ് മീൻസ് മീറ്റ് ചെയ്യുക, കാണുക, മീറ്റ് ചെയ്യുക. അതാണ് കെയിം അക്രോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കേ. ഹെർ മദർ ഡാഷ് ദ ലാസ്റ്റ് ഇയർ. ഹെർ മദർ, അവന്റെ അമ്മ മരിച്ചുപോയി എന്നുള്ളതാണ് കേട്ടോ. പാസ്ഡ് അവേ. ആൻസർ പാസ്ഡ് അവേ. പാസ്ഡ് അവേ മീൻസ് ഡൈഡ്, മരണപ്പെട്ടു. എന്താണ് വെന്റ് അവേ എന്ന് പറയുന്നത്? ടു ലീവ് എ പ്ലേസ്. വെന്റ് അവേ മീൻസ് ടു ലീവ്, ഒരു സ്ഥലത്ത് നിന്ന് മൂവ് ആവുക. ടു ലീവ് എ പ്ലേസ്, ഒരു സ്ഥലം ഉപേക്ഷിച്ച് പോവുക. അതാണ് ടു ലീവ് എ പ്ലേസ് ആണ് വെന്റ് അവേ എന്ന് പറയുന്നത്. മൂവ്ഡ് അവേ മീൻസ് ഗോ ആൻഡ് ലീവ് ഇൻ എ ഡിഫറെന്റ് ടൗൺ. മൂവ്ഡ് അവേ മീൻസ് എന്താണ്? ഗോ ആൻഡ് ലീവ് ഇൻ എ ഡിഫറെന്റ് ടൗൺ. മൂവ്ഡ് അവേ മീൻസ് ഗോ ആൻഡ് ലീവ് ഇൻ എ ഡിഫറെന്റ് ടൗൺ. അതായത് വേറൊരു, ഇപ്പോൾ ഒരു പട്ടണത്തിലാണ് താമസിക്കുന്നതെന്ന് വിചാരിക്കും. നമ്മൾ അവിടെ നിന്ന് മൂവ് അവേ ചെയ്യുക മീൻസ് അവിടെ നിന്ന് വേറൊരു പട്ടണത്തിലേക്ക് താമസം മാറി എന്നുള്ളതാണ് കേട്ടോ മൂവ്ഡ് അവേ എന്ന് പറയുന്നത്. അത് സെറ്റ് അവേ. സെറ്റ് അവേ മീൻസ് എന്താണ്? ബിഗിൻ എ ജേണി. ഒരു യാത്ര ആരംഭിക്കുന്നതിനെയാണ് സെറ്റ് അവേ എന്ന് പറയുന്നത്. ബിഗിൻ എ ജേണി, അതാണ് സെറ്റ് അവേ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Xavier is probably going to have the cake dash next week. Dash next week. ഇതാണ് ക്വസ്റ്റ്യന്. എന്താണ്? Xavier is probably going to have the cat dash next week. Okay. ഇതിന്റെ ആൻസർ പുട്ട് ഡൗൺ ആണ് കേട്ടോ. പുട്ട് ഡൗൺ ആണ്. സോ പുട്ടപ്പ് വിത്ത് എന്ന് വെച്ചാൽ എന്താണ്? പുട്ടപ്പ് വിത്ത് മീൻസ് ടോളറേറ്റ് ചെയ്യുക. ടോളറേറ്റ് ചെയ്യുക. പുട്ട് ഡൗൺ നിങ്ങൾക്ക് അറിയാം എന്താണ് വേർ. പുട്ടവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടവേ മീൻസ് സ്റ്റോർ ചെയ്യുക. സ്റ്റോർ സംതിങ് യൂഷ്വൽ പ്ലേസ്. ഒരു നമ്മൾ എന്തെങ്കിലും സാധനം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കത്തില്ലേ, അതാണ് പുട്ടവേ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ കനോട്ട് ഡാഷ് ഹിസ് ബിഹേവിയർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും ബിഹേവിയർ അങ്ങനെ എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ, മോസ്റ്റ്ലി ബിഹേവിയർ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ കനോട്ട് എന്ന് പറയുന്ന ഒരു വേർഡും വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് പുട്ടപ്പ് വിത്ത് ആയിരിക്കും കേട്ടോ. പുട്ടപ്പ് വിത്ത് മീൻസ് ടോളറേറ്റ് എന്നുള്ളതാണ്, സഹിക്കുക എന്നുള്ളതാണ്. ഇതും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫ്രേസൽ വേർബാണ്. ഇപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ഫ്രേസൽ വേർബാണ്. ഐ കനോട്ട് പുട്ടപ്പ് വിത്ത് ഹിസ് ബിഹേവിയർ. ഐ കനോട്ട് ടോളറേറ്റ് ഹിസ് ബിഹേവിയർ. എനിക്ക് അവന്റെ സ്വഭാവം സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ദെൻ വാട്ട് ഈസ് പുട്ട് ഔട്ട്? പുട്ട് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു, എക്സ്റ്റിങ്ക്വിഷ്, അണയ്ക്കുക, കെടുത്തുക എന്നുള്ളതാണ് പുട്ട് ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുട്ട് ഔൺ അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. പുട്ട് ഓഫ് എന്താണ് കുട്ടികളെ? പുട്ട് ഓഫ് എന്ന് വെച്ചാൽ പോസ്റ്റ്പോൺ. പുട്ട് ഓഫ് മീൻസ് എന്താണ്? പോസ്റ്റ്പോൺ സംതിങ്. പുട്ട് ഓഫ് മീൻസ് പോസ്റ്റ്പോൺ സംതിങ്, പോസ്റ്റ്പോൺ ചെയ്യുക. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കേ. വി ക്യാൻ ജസ്റ്റ് ഡാഷ് ദ ഔട്ട്ലൈൻ ഓഫ് ദോസ് ഡിസ്റ്റന്റ് മൗണ്ടെയിൻസ്. വി ക്യാൻ ജസ്റ്റ്, ആൻസർ ഈസ് മേക്ക് ഔട്ട്. വി ക്യാൻ ജസ്റ്റ് make out the outline of those distant mountains. Make out means to understand എന്നാണ് കേട്ടോ. make out means understand. make out means to understand. We can just understand the outline of those distant mountains എന്നുള്ളതാണ്. ഇനി എന്താണ് മേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? മേക്കപ്പ് മീൻസ് മേക്ക് യുവർ സെൽഫ് അപ്പ്. മേക്ക് യുവർ സെൽഫ് അപ്പ് എന്നുള്ളതാണ് മേക്ക് അപ്പ് എന്ന് പറയുന്നത്. മേക്ക് യുവർ സെൽഫ് അപ്പ്. കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനെ മേക്കപ്പ് എന്ന് പറയും. അതുപോലെ തന്നെ ടു ഫോം എന്നൊരു മീനിങ് കൂടെയുണ്ട്. ടു ഫോം എ കമ്പനി, ടു ഫോം എ ടീം, അതൊക്കെ അങ്ങനെ ഒരു മീനിങ് കൂടെ മേക്കപ്പിനുണ്ട് കേട്ടോ.
Make for എന്ന് വെച്ച് കഴിഞ്ഞാൽ to go toward a place quickly. Make for means to go toward a place quickly. എന്ന് വെച്ചാൽ എന്താ, ഒരു നിശ്ചിത സ്ഥലത്തേക്ക് വളരെ പെട്ടെന്ന് പോവുക എന്നുള്ളതാണ് മേക്ക് ഫോർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേക്കപ്പ് ഫോർ ടു ഡു ഓർ ഹാവ് സംതിങ് ആസ് എ വേ ഓർ കറക്റ്റിംഗ് ഓർ ഇംപ്രൂവിങ്. അതായത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലേ. അപ്പൊ അതിന് നമുക്ക് ആ സ്വയം ഇംപ്രൂവ് ചെയ്യുന്നതിനെ എ വേ ഓഫ് കറക്റ്റിംഗ് ഓർ എന്താണ് ഇംപ്രൂവിങ്, വേ ഓഫ് കറക്റ്റിംഗ് ഓർ ഇംപ്രൂവിങ്, ഇതിനെയാണ് മേക്കപ്പ് ഫോർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, തൊട്ട് നമ്മൾ പഠിച്ചു. പുട്ട് ഓഫ് മീൻസ് എന്താണ്, പോസ്റ്റ്പോൺ, മാറ്റി വെക്കുക എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡാഷ് ഹിസ് റൂഡ് ബിഹേവിയർ. പറഞ്ഞായിരുന്നല്ലോ, ബിഹേവിയർ എന്ന് പറയുന്ന ഒരു വേർഡ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മോസ്റ്റ്ലി അത് എന്ത് തന്നെ ആയിരിക്കും, ഏത് ഫ്രേസൽ വേർബ് ആയിരിക്കും വരിക, പുട്ടപ്പ് വിത്ത് ആയിരിക്കും വരിക കേട്ടോ. പുട്ടപ്പ് വിത്ത് മീൻസ് അസഹനീയം, സഹിക്കാൻ മീൻസ് അസഹനീയം എന്നുള്ളതല്ല, സഹനം എന്നാണ് കേട്ടോ. പുട്ടപ്പ് വിത്ത് മീൻസ് ടോളറേറ്റ് എന്നാണ്, സഹിക്കുക എന്നതാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സെന്റൻസ് എന്താ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ടോളറേറ്റ്, അതായത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ത്, ഹിസ് റൂഡ് ബിഹേവിയർ, അവൻ്റെ റൂഡായിട്ടുള്ള ബിഹേവിയർ, സ്വഭാവം എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. സോ പുട്ടപ്പ് വിത്ത് മീൻസ് ടോളറേറ്റ് എന്നാണ്. പുട്ട് ഓൺ മീൻസ് വാട്ട്, വെയർ നമുക്കറിയാം. പുട്ട് ഇൻ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു യൂസ് എ സർട്ടൺ എമൗണ്ട് ഓഫ് എനർജി വെൻ ഡൂയിങ് സംതിങ്, അതാണ് പുട്ട് ഇൻ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ. പുട്ട് ഇൻ ടു മീൻസ് നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാക്സിമം എഫേർട്ട് അല്ലെങ്കിൽ മാക്സിമം എനർജി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. അതിന് നമുക്ക് പുട്ട് ഇൻ ടു എന്ന് പറയാം. ടു യൂസ് എന്താണ്, ടു യൂസ് എ certain, to use a certain amount of energy, to use a certain amount of energy when doing something, when doing something അതാണ് പുട്ട് ഇൻ ടു എന്ന് പറയുന്നത് കേട്ടോ. വാട്ട് ഈസ് പുട്ടിൻ? പുട്ടിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഇന്ററപ്റ്റ് അനദർ സ്പീക്കർ ഇൻ ഓർഡർ ടു സേ സംതിങ്, അതായത് ഒരാൾ സംസാരിക്കുമ്പോൾ അയാളെ തടസ്സപ്പെടുത്തിയിട്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കത്തില്ലേ, അതിനാണ് പുട്ട് ഇൻ എന്ന് പറയുന്നത് കേട്ടോ. ഇന്ററപ്റ്റ് അനദർ സ്പീക്കർ, ഓക്കെ, ക്ലിയർ അല്ലേ? നോട്ട് എഴുതി എടുത്തോണം കേട്ടോ. അടുത്ത ദിവസം നോക്കിക്കേ. ദ മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് കോൾ ഓൺ എന്ന് പറയുന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് ആണ് ചോദിച്ചേക്കുന്നത്. കോൾ ഓൺ മീൻസ് എന്താണ്, എന്താണ് കോൾ ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ടു ആസ്ക് ഓർ demand that